സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മോദി ഭരണത്തിന് കീഴിൽ വൻ കൽക്കരി കുംഭകോണം നടന്നതായി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ വെളിപ്പെടുത്തൽ. സ്വകാര്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാനായി കൽക്കരി ലേല വ്യവസ്ഥകൾ മാറ്റി. അഴിമതി നടന്നത് 4100 കോടി ടൺ കൽക്കരി വിതരണത്തിൽ. കർഷകർക്കെതിരെ ശംഭു അതിർത്തിയിൽ ഹരിയാന പോലീസിന്റെ അതിക്രമം. ഗ്രനേഡും ഡ്രോണിലൂടെ കണ്ണീർ വാതക പ്രയോഗവും. കർഷകരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച കേന്ദ്ര സർക്കാർ. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് കർഷകർ. സിംഹത്തിന് സീത എന്ന പേര് നൽകിയ കേസ് കൊൽക്കത്ത ഹൈക്കോടതിയിൽ. സീത എന്ന പേരിൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് കോടതി. ഹിന്ദു വിശ്വാസപ്രകാരം മൃഗങ്ങളും ദൈവങ്ങളല്ലേ എന്നും ബെഞ്ച്. ദുർഗാദേവിയുടെ ചിത്രം സിംഹമില്ലാതെ ചിന്തിക്കാനാകുമോ എന്നും കൊൽക്കത്ത ഹൈക്കോടതി. കെ സുരേന്ദ്രന്റെ പദയാത്രാ പാട്ടിലും പോസ്റ്ററിലും വെട്ടിലായി BJP സംസ്ഥാന നേതൃത്വം. ഉച്ചഭക്ഷണം SC/ST നേതാക്കളും ഒന്നിച്ചെന്ന് കേരള പദയാത്രാ പോസ്റ്ററിൽ. പോസ്റ്ററിനെ ന്യായീകരിച്ച് കെ സുരേന്ദ്രൻ. കേന്ദ്രഭരണം അഴിമതി നിറഞ്ഞതെന്ന് പദയാത്രയുടെ ഔദ്യോഗിക ഗാനം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി. ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവ്. കോടതി നടപടി ദിലീപിന്റെ എതിർപ്പ് മറികടന്ന്. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വിജയം. അസമിനെ തോൽപ്പിച്ചത് 1-നെതിരെ 3 ഗോളുകൾക്ക്. ബേലൂർ മകനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചാലിഗദ്ദ അജീഷിന് കർണാടക ധനസഹായം ചെയ്തതിൽ BJPക്ക് പ്രതിഷേധം. എതിർപ്പുമായി രംഗത്തെത്തിയ കർണാടക BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര. വയനാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. വനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ച പോലീസ്. കാരക്കാമണ്ഡപത്ത് പ്രസവത്തിനിടെ ചികിത്സ കിട്ടാതെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നയാസിനെ അറസ്റ്റ് ചെയ്യും. ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കറും ആവശ്യപ്പെട്ടിട്ടും നയാസ് ചികിത്സ നൽകിയില്ലെന്ന് അയൽവാസികൾ. ആലപ്പുഴ കാട്ടൂർ സ്കൂളിലെ 13 വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂൾ അധികാരികൾ നേരിട്ട് ഹാജരാകാൻ നോട്ടീസ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സണാണ് നോട്ടീസ് നൽകിയത്. വെള്ളിയാഴ്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓഫീസിലെത്താൻ നിർദ്ദേശം. വയനാട്ടിലെ ലോൺ ആപ്പ് ആത്മഹത്യയിൽ 4 പേർ ഗുജറാത്തിൽ പിടിയിൽ. ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് അജയരാജ് ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബറിൽ. T20 ചീഫ് കോർഡിനേറ്റർ സാബു M. ജേക്കബിനെ ചോദ്യം ചെയ്ത് പുത്തൻകുരിശ് പോലീസ്. PV ശ്രീനിജൻ MLA ജാതീയമായി അധിക്ഷേപിച്ചുവെന്ന കേസിലാണ് ചോദ്യം ചെയ്യൽ. രാജസ്ഥാനിലെ അജ്മേറിൽ കേരള പോലീസ് സംഘത്തിന് നേരെ വെടിവെപ്പ്. ആലുവയിൽ നിന്നെത്തിയ സംഘത്തിന് നേരെയാണ് വെടിവെപ്പുണ്ടായത്. കേരള പോലീസ് അജ്മറിലെത്തിയത് സ്വർണ്ണമോഷണ സംഘത്തെ പിടികൂടാൻ. പ്രമുഖ നിയമജ്ഞനും മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനുമായ ഫാലിയസ് നരിമാൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. ഇന്നലെ രാത്രിയോടെ ഹൃദയാഘാതത്തെ തുടർന്ന് ദില്ലിയിലെ വസതിയിലായിരുന്നു അന്ത്യം. തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിന്റെ സമരപ്രഖ്യാപനത്തിനെതിരെ ഫെഫ്ക. 23 മുതൽ മലയാള സിനിമകൾ മാത്രം പ്രദർശിപ്പിക്കില്ല എന്ന നിലപാട് അങ്ങേയറ്റം അപലപനീയമെന്ന് ഫെഫ്ക. ഭിന്നശേഷിക്കാർക്കായി കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷി കൂട്ടായ്മ രൂപീകരിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു.
തൃശൂരിലെ അന്തിക്കാടിനെ സമ്പൂർണ്ണ ഭിന്നശേഷി ലീഗൽ ഗാർഡിയൻഷിപ്പ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിച്ചു മന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIക്ക് 4 സീറ്റ് കൊടുക്കാമെങ്കിൽ ലീഗിന് 5 or 6 സീറ്റിന് യോഗ്യതയുണ്ടെന്ന് കെ മുരളീധരൻ MP. സമരാഗ്നി പരിപാടിയായതുകൊണ്ടാണ് ഉഭയകക്ഷി ചർച്ച വൈകുന്നതെന്ന് മുരളീധരൻ. പുൽപ്പള്ളി കുറിച്ചിപ്പറ്റയിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ ഒരു പശു കൊല്ലപ്പെട്ടു. കിളിയാൻകട്ടയിൽ ബിന്ദു ശശീന്ദ്രന്റെ പശുക്കളെയാണ് വന്യജീവി ആക്രമിച്ചത് കടുവയെന്ന് നാട്ടുകാർ. കേരളത്തിൽ പൊതുപ്രവർത്തനം തുടരാനാണ് ആഗ്രഹമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. പക്ഷേ പാർട്ടി നേതൃത്വം തന്നോട് ആവശ്യപ്പെടുന്നത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനാണെന്നും കൊടിക്കുന്നിൽ സുരേഷ്. പന്തളം കൂരമ്പാല MC റോഡിൽ ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചു. ടെസ്റ്റ് ഡ്രൈവിനെടുത്ത വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. തീയണച്ച് അടൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം. നവകേരള സദസ്സിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രി നേരിട്ട് ജനസമക്ഷമെത്തുന്ന മുഖാമുഖം പരിപാടി ഫെബ്രുവരി 29 കൊല്ലം ജില്ലയിൽ നടത്തുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. പരിപാടി യൂനിസ് കൺവെൻഷൻ സെന്ററിൽ രാവിലെ 9:30 മുതൽ. 2000 പ്രതിനിധികളാണ് പങ്കെടുക്കുക. ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN-ൽ അൾജീരിയ അവതരിപ്പിച്ച പ്രമേയത്തെ വീറ്റോ ചെയ്ത അമേരിക്ക. 15 രാജ്യങ്ങളുടെ കൗൺസിലിൽ അവതരിപ്പിച്ച പ്രമേയത്തെ 13 രാജ്യങ്ങൾ അനുകൂലിച്ചു. ബ്രിട്ടൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പാലക്കാട് മലമ്പുഴയിൽ അമ്മയും മകനും ട്രെയിനിടിച്ച് മരിച്ചു. ചെറാട് സ്വദേശി റഷീദ, മകൻ ഷാജി എന്നിവരാണ് മരിച്ചത് കുറുമ്പാച്ചി മലയിൽ അകപ്പെട്ട് സൈന്യമെത്തി രക്ഷിച്ച ബാബുവിന്റെ മാതാവും സഹോദരനും. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദർ യാദവ് വയനാട്ടിലെത്തും. അല്പസമയത്തിനകം വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കും. നാളെ ജില്ലാ കളക്ടറേറ്റിൽ ഉന്നതതല യോഗം നടക്കും. ചിഹ്നം കിട്ടാൻ വൈകുന്നതിനെ തുടർന്ന് കോട്ടയത്ത് പ്രചരണ രംഗത്ത് സജീവമാകാൻ കഴിയാതെ UDF. LDF ചുവരെഴുത്തും പോസ്റ്റർ പ്രചരണവുമായി കളം നിറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെ അണിയറയിൽ പ്രചാരണ ഗാനങ്ങൾ ഒരുങ്ങിത്തുടങ്ങി. കോട്ടയം മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്ത തോമസ് ചാഴിക്കാടിന് വേണ്ടിയാണ് ആദ്യ പ്രചരണ ഗാനം തയ്യാറായത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് ധനസഹായം നൽകുന്നതിന് വ്യത്യസ്ത മാർഗവുമായി പത്തനംതിട്ട കുന്നന്താനത്തെ DYFI. കിണർ നവീകരണത്തിലൂടെ പണം സ്വരൂപിച്ച് DYFI. രാജ്യത്തെ ആദ്യ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കി കേരളം. ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയാൻ നീല കവറിൽ നൽകും. രാജ്യത്ത് ആദ്യമായി എറണാകുളം ജില്ലയാണ് ആന്റിബയോഗ്രാം പുറത്തിറക്കിയത്. അങ്കമാലി, അകപ്പറമ്പ്, തിരുവിലാംകുന്ന് പ്രദേശത്തും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതായി പരാതി. പരിഹാര നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കണ്ണൂർ കക്കുളങ്ങര മുസ്ലിം പള്ളി ഇനി പൈതൃക മന്ദിരം. ടൂറിസം വകുപ്പിന്റെ തലശ്ശേരി പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പള്ളി നവീകരിക്കുന്നത്. നദീ പുനർസംയോജന പദ്ധതിയുടെ ഭാഗമായി കോട്ടയത്തെ ജലപാതകളെ ബന്ധപ്പെടുത്തി ഉൾനാടൻ ബോട്ടിങ്ങിന് തുടക്കമാകുന്നു. മീനച്ചിലാർ, മീനന്തയാർ, കൊടൂരാർ പുനർസംയോജന പദ്ധതിയുടെ ഭാഗമാണിത്.
കേരളത്തിലെ ആദ്യ ഫ്രീ വൈഫൈ സംവിധാനമുള്ള കലാലയമായി മാറി കോഴിക്കോട് മീൻചന്ത ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. എളമരം കരീം എംപിയുടെ ഫണ്ടിൽ നിന്നും സ്ഥാപിച്ച സംവിധാനത്തെ വിദ്യാർത്ഥികൾ സ്വാഗതം ചെയ്തു. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയായ ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലയിൽ സാക്ഷരതാ മിഷന്റെ 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കളും 10 സമ്പർക്ക പഠന കേന്ദ്രങ്ങളിലെ 1500ഓളം പഠിതാക്കളും DG പ്രതിജ്ഞയെടുത്തു. വാഹന പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകുന്നത് തടയുന്നതിനായി പൊല്യൂഷൻ ടെസ്റ്റിംഗ് വിത്ത് ജിയോ ടാഗിംഗ് ആപ്പ്. പുക പരിശോധനാ കേന്ദ്രത്തിന്റെ 50 മീറ്റർ ചുറ്റളവിൽ നിന്ന് മാത്രമേ വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് പുക പരിശോധന നടത്താനാവൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ട്രാൻസ് കത്തീറ്റർ അയോർട്ടിക് വാൽവ് ഇംപ്ലാന്റേഷനിലൂടെ ഹൃദയ വാൽവ് മാറ്റിവെച്ചു. കേരളത്തിൽ കഴുത്തിലൂടെ ഹൃദയ വാൽവ് മാറ്റിവെക്കുന്ന 2ാമത്തെ കേസാണിത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാരിൽ നിന്ന് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 7.31 ലക്ഷം രൂപ വില വരുന്ന 40,600 സിഗരറ്റ് സ്റ്റിക്കുകൾ പിടികൂടി. അബുദാബിയിൽ നിന്നെത്തിയ യുവാക്കളിൽ നിന്നാണ് സിഗരറ്റ് സ്റ്റിക്കുകൾ പിടികൂടിയത്. അരുവിക്കര മണ്ഡലത്തിൽ നവീകരിച്ച പ്ലാന്തോട്ടം കുമളിക്കുന്ന് റോഡിന്റെയും ചെരുപ്പാണി ആലങ്കുഴി കുടുക്കാക്കുന്ന് റോഡിന്റെയും ഉദ്ഘാടനം G. സ്റ്റീഫൻ MLA നിർവഹിച്ചു. ഗതാഗത സൗകര്യമാണ് ഒരു നാടിന്റെ വികസന മുഖമുദ്രയെന്ന് MLA പറഞ്ഞു. പുതിയ ഓഫർ പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ. ലഗേജ് ഇല്ലാതെയാണ് യാത്രയെങ്കിൽ ടിക്കറ്റ് നിരക്കിൽ ഇളവ് ലഭിക്കും. എക്സ്പ്രസ് ലൈറ്റ് ഫെയർ ടിക്കറ്റ് നിരക്കിളവ് ആഭ്യന്തര രാജ്യാന്തര സെക്ടറിലെ യാത്രക്കാർക്കെല്ലാം ലഭിക്കും. സന്ദേശ് കലി വിഷയത്തിൽ മമതാ ബാനർജി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കൽക്കട്ട ഹൈക്കോടതി. തൃണമൂൽ നേതാവ് ഷെയ്ഖ് ഷാജഹാൻ ഒളിച്ചോടാൻ കഴിയില്ലെന്നും സർക്കാരിന് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ സാധിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. സഫൽ മൂല്യനിർണ്ണയ സംവിധാനം CBSEയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും നടപ്പാക്കും. ദേശീയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് 3, 5, 8 ക്ലാസുകളിൽ സഫൽ നടപ്പിലാക്കാൻ 2021 CBSE തീരുമാനിച്ചത്. വിവിധ കേന്ദ്ര സർവകലാശാലകളിലെ പ്രവേശനത്തിനുള്ള CUET PG പരീക്ഷയ്ക്ക് ഇത്തവണ രജിസ്റ്റർ ചെയ്തത് 4,62,580 പേർ. മാർച്ച് 11 മുതൽ 28 വരെയാണ് പരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. കർണാടകയിൽ 2,300 കോടി രൂപയുടെ നിക്ഷേപത്തിന് എയർ ഇന്ത്യയും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡും ധാരണാപത്രം ഒപ്പിട്ടു. ബംഗളൂരു വിമാനത്താവളത്തോട് ചേർന്ന് വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുള്ള കേന്ദ്രമാണ് എയർ ഇന്ത്യ ആരംഭിക്കുന്നത്. $340 മില്യൺ ലോട്ടറി അടിച്ചെന്ന് തന്നെ പറഞ്ഞു പറ്റിച്ച ലോട്ടറി കമ്പനിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി വാഷിംഗ്ടൺ DC സ്വദേശിയായ ജോൺ ചീക്സ്. മൾട്ടി സ്റ്റേറ്റ് ലോട്ടറി അസോസിയേഷനെയും ഗെയിം കോൺട്രാക്ടർ ടാവോട്ടി എന്റർപ്രൈസസിനെയും പ്രതികളാക്കിയിട്ടുണ്ട്. ഹെലികോപ്റ്ററുമായി ഉക്രൈനിലേക്ക് കടന്ന റഷ്യൻ പൈലറ്റിനെ സ്പെയിനിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മാക്സിം കസ്മിനോവ് എന്ന പൈലറ്റാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ഗസയിൽ ഹമാസ് തിരിച്ചടിയിൽ പരിക്കേറ്റ 8 സൈനികരിൽ ഒരാൾ കൂടി മരിച്ചു. പാരാ ട്രൂപ്പേഴ്സ് ബ്രിഗേഡ് രഹസ്യാന്വേഷണ വിഭാഗം സൈനികനായ സ്റ്റാഫ് സർജന്റ് മാവോസാണ് കൊല്ലപ്പെട്ടത്. ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ഇന്ത്യൻ അമേരിക്കൻ വംശജയുമായ നിക്കി ഹേലി. താനോ വൈസ് പ്രസിഡന്റ് കമല ഹാരിസോ ആ സ്ഥാനം വഹിക്കുമെന്ന് നിക്കി ഹേലി പറഞ്ഞു.
കാനഡയിലെ ടൊറന്റോയിൽ നിന്ന് പറന്നുയർന്ന വിമാനം കോക്പിറ്റിൽ തീപ്പൊരി കണ്ടതിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കി. പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് തിരിച്ച വിമാനമാണ് തിരിച്ചിറക്കിയത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ സേവനമനുഷ്ഠിക്കുന്ന വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് പെർമനന്റ് കമ്മീഷൻ പരിഗണന നിഷേധിച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. കാനഡയിലെ ഹഡ്സൺ ഉൾക്കടൽ മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ധ്രുവക്കരടികൾ പട്ടിണിയുടെ ഭീഷണിയിൽ. ആർട്ടിക് മേഖലയിൽ താപനില ഉയരുന്നതിനാൽ കടലിലെ മഞ്ഞുപാളികൾ വ്യാപകമായി അപ്രത്യക്ഷമാകുന്നു. റഷ്യൻ പ്രതിപക്ഷ നേതാവായ അലക്സി നവൽനിയുടെ മൃതദേഹം വിട്ടുനൽകാൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് നവൽനിയുടെ മാതാവ് രംഗത്ത്. മകനെ കാണാനായി ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ യാതൊരു സൂചനയുമില്ലെന്നും അവർ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിനെ US നാടുകടത്തുന്നതിൽ തീരുമാനമെടുക്കുന്നത് അവസാനഘട്ട വാദം കേൾക്കൽ തുടങ്ങി. 7 വർഷം ലണ്ടനിലെ എക്വഡോർ എംബസിയിൽ കഴിഞ്ഞ അദ്ദേഹത്തെ 2019 ലണ്ടനിലെ അതിസുരക്ഷയുള്ള ജയിലിൽ അടച്ചത്. കുവൈറ്റ് ദേശീയ ദിനാഘോഷങ്ങൾ ആരംഭിക്കാനിരിക്കെ ആഘോഷങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ അധികൃതർ. രാജ്യത്ത് വാട്ടർ ബലൂണുകളുടെയും വാട്ടർ പിസ്റ്റണുകളുടെയും വിൽപ്പന മാർച്ച് 31 വരെ നിരോധിച്ചു. മുപ്പത്തിനാലാമത് ജനറൽ അറബ് ഇൻഷുറൻസ് ഫെഡറേഷൻ കോൺഫറൻസിന് ഒമാനിൽ തുടക്കം. അറബ് ഇൻഷുറൻസ് വ്യവസായത്തിലെ സുസ്ഥിരതയും ഉൾക്കൊള്ളലും എന്ന വിഷയത്തിലാണ് കോൺഫറൻസ് നടക്കുന്നത്. കുവൈറ്റ് ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളിൽ നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ദുബായ് ഓർമ്മ ഖിസൈസ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അജ്മാൻ ഗ്രീൻ എർത്ത് ഫാമിൽ വെച്ച് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. കുട്ടികളും സ്ത്രീകളും അടക്കം 600ഓളം കുടുംബാംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ഭ്രമയുഗം സിനിമയ്ക്ക് സൗദിയിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ സൗദി അറേബ്യ ചാപ്റ്ററിന്റെ കീഴിൽ റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിൽ മെഗാ ഫാൻസ് ഷോ സംഘടിപ്പിച്ചു. കുവൈറ്റിലെ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ 6ാമത് ബ്രാഞ്ച് ഫെബ്രുവരി 23 ജലീബിൽ പ്രവർത്തനം ആരംഭിക്കും. മെട്രോയുടെ 7ാമത്തെ ഫാർമസിയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടക്കുമെന്നും പ്രതിനിധികൾ അറിയിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ കേരള വിഭാഗം നിലവ് 2024 എന്ന പേരിൽ നൃത്ത സംഗീത നിശ സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 23 റൂവിയിലെ അൽഹലാജ് ഹോട്ടലിൽ വെച്ചാണ് നൃത്ത സംഗീത നിശ സംഘടിപ്പിക്കുന്നതെന്ന് കേരള വിഭാഗം അറിയിച്ചു. സലാലയിൽ ഹൃദയാഘാതം മൂലം പാലക്കാട് തൃത്താല കുമ്പിടി സ്വദേശി ജോയ് മരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് സുൽത്താൻ ഖാബൂസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന ജോയ് കൈരളി സലാല സാദ യൂണിറ്റ് മെമ്പറാണ്. സുഹൃത്തും ബിസിനസ്മാനുമായ സമീർ ഹംസയ്ക്ക് പിറന്നാൾ ആശംസകളുമായി സൂപ്പർ താരം മോഹൻലാൽ. സമീർ ഹംസയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചായിരുന്നു സൂപ്പർ താരത്തിന്റെ ആശംസ. പുതിയ സിനിമ പ്രഖ്യാപിച്ച അഞ്ജലി മേനോൻ. തമിഴിലാണ് അഞ്ജലി അടുത്ത ചിത്രം ഒരുക്കുന്നത്. ചിത്രത്തിന്റെ നിർമ്മാണം KRG സ്റ്റുഡിയോയിലാണ് നടക്കുന്നത്. നടൻ വിജയ് ദേവരക്കൊണ്ട കമന്റ് ചെയ്യാതെ പരീക്ഷയ്ക്ക് പഠിക്കില്ലെന്ന പോസ്റ്ററുമായി എത്തിയ വിദ്യാർത്ഥിക്ക് മറുപടി നൽകി താരം. 90% നേടൂ, ഞാൻ നിങ്ങളെ നേരിൽ വന്ന് കാണും എന്നായിരുന്നു താരത്തിന്റെ മറുപടി. കഴിഞ്ഞ 2 ആഴ്ചയോളമായി മലയാള സിനിമകൾ ഭ്രാന്തമായി കാണുകയാണെന്ന് നടി വിദ്യാ ബാലൻ. ഒരു മലയാള സിനിമ ഡയലോഗ് റീൽ രൂപത്തിൽ പങ്കുവച്ചാണ് വിദ്യ മലയാളത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചത്.
മലയാളത്തിലെ ആദ്യ ഒറിജിനൽ സീരീസായ കേരള ക്രൈം ഫയൽസിന്റെ 2ാം സീസൺ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരുങ്ങി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ. ബാഹുൽ രമേശാണ് 2ാം സീസണിൽ രചന നിർവഹിച്ചിരിക്കുന്നത്. ആടുജീവിതത്തിന്റെ റിലീസ് പുതുക്കിയ തീയതി അറിയിച്ച അധികൃതർ. മാർച്ച് 28 ആടുജീവിതത്തിന്റെ പുതിയ റിലീസ് തീയതി. ചിത്രം ഏപ്രിൽ 10 എത്തുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. നടി തൃഷയ്ക്കെതിരെ ADMK നേതാവ് AV രാജു നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം. രാജുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തൃഷ പ്രതികരിച്ചു. ഈ ആഴ്ച മുതൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ലെന്ന മുൻ തീരുമാനത്തിൽ നിന്ന് വ്യാഴാഴ്ച റിലീസ് ചെയ്യാനിരിക്കുന്ന മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തെ ഒഴിവാക്കി ഫിയോക്ക്. മഞ്ഞുമ്മൽ ബോയ്സിന്റെ റിലീസിന് ശേഷം തീരുമാനം നടപ്പാക്കാനാണ് സംഘടനയുടെ പുതിയ തീരുമാനം. ഹക്കീം ഷാജഹാൻ നായകനാകുന്ന കടകന്റെ ട്രെയിലർ ദുൽഖർ പുറത്തിറക്കി. ഗ്രാമീണതയുടെ പശ്ചാത്തലത്തിൽ മാസ് ആക്ഷൻ രംഗങ്ങളും കുറിക്കുകൊള്ളുന്ന ഡയലോഗുകളും ഉൾപ്പെടുത്തി ദൃശ്യാവിഷ്കരിച്ച ട്രെയിലർ പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തുന്ന വിധത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. യൂറോപ്പിലും കളക്ഷൻ വാരിക്കൂട്ടി മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം. 4 ദിവസത്തെ എക്സ്റ്റൻഡഡ് വീക്കെൻഡ് കളക്ഷൻ ലഭിച്ചത് 1.68 കോടി രൂപ. ഒരു മമ്മൂട്ടി ചിത്രം ഈ മാർക്കറ്റുകളിൽ നേടുന്ന ഏറ്റവും മികച്ച വാരാന്ത്യ കളക്ഷനാണിത്. മനുഷ്യനും യന്ത്രങ്ങളുമായുള്ള ബന്ധത്തിൽ നിർണായകമാകുന്ന വെളിപ്പെടുത്തലുമായി ന്യൂറാലിങ്ക് ഉടമ ഇലോൺ മസ്ക്. ന്യൂറാലിങ്കിന്റെ ബ്രെയിൻ ചീപ്പ് ആദ്യമായി തലയിൽ സ്ഥാപിച്ച മനുഷ്യനിപ്പോൾ ചിന്ത കൊണ്ട് മൗസ് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് മസ്കിന്റെ വെളിപ്പെടുത്തൽ. 3 മികച്ച ക്യാമറകളുടെ അകമ്പടിയോടെ റിയൽമി 12 പ്ലസ് മാർച്ച് 6 ഇന്ത്യയിലെത്തും. ഫെബ്രുവരി 29 ഈ ഫോൺ മലേഷ്യയിൽ അവതരിപ്പിക്കും. ഇതിനു പിന്നാലെയാണ് കമ്പനി പുതിയ ഫോൺ ഇന്ത്യയിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.